കേരളത്തിലെ ലക്ഷക്കണക്കിന് മുതിർന്ന പൗരന്മാരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വയോജനക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ, സേവനങ്ങൾ, സഹായങ്ങൾ, സംരക്ഷണ സംവിധാനങ്ങൾ, ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ, സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതവും മാന്യവുമായ ജീവിതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവയുടെ പ്രാധാന്യം എന്താണ്, വയോജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ അവ വഹിക്കുന്ന പങ്ക് എന്താണെന്ന് ഈ കാര്യങ്ങൾ വിശദമായിട്ട് കാണാം. വയോജനക്ഷേമ വകുപ്പ് എന്നത് സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവരുടെ സാമൂഹിക, സാമ്പത്തിക, ആരോഗ്യ, മാനസിക ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സർക്കാർ സംവിധാനമാണ്. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനു വേണ്ടി ചിലവഴിച്ചവരാണ് വയോജനങ്ങൾ. അവരുടെ അനുഭവ സമ്പത്ത് സമൂഹത്തിന്റെ സമ്പത്താണ്. എന്നാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഏകാന്തത, സാമൂഹിക അവഗണന തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് വയോജനക്ഷേമ വകുപ്പിന്റെ പ്രസക്തി കൂടുതൽ വ്യക്തമാകുന്നത്. കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയോജന ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ആരോഗ്യരംഗത്തെ പുരോഗതി, ഉയർന്ന ആയുർദൈർഘ്യം, വിദ്യാഭ്യാസ പുരോഗതി എന്നിവ കാരണം സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്ന വയോജനങ്ങൾ ഇന്ന് പലപ്പോഴും ഒറ്റപ്പെടലും സാമൂഹിക മാറ്റങ്ങളും നേരിടുന്നു. നഗരവൽക്കരണവും കുടിയേറ്റവും കുടുംബഘടനയിലെ മാറ്റങ്ങളും ഈ അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അതുകൊണ്ട് തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ക്ഷേമ നടപടികൾ രൂപീകരിക്കേണ്ട സാഹചര്യം സർക്കാരുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. വയോജനക്ഷേമ വകുപ്പിന്റെ പ്രധാന ലക്ഷ്യം മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതവും മാന്യവുമായ ജീവിതം ഉറപ്പാക്കുക എന്നതാണ്. ഇതിനായി വിവിധ പദ്ധതികളും സേവനങ്ങളും നടപ്പിലാക്കുന്നു. സാമൂഹിക സുരക്ഷാ പെൻഷൻ, ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ, വയോജന ക്ലബ്ബുകൾ, പകൽ പരിചരണ കേന്ദ്രങ്ങൾ, സഹായ ഉപകരണ വിതരണം, കൗൺസിലിംഗ് സേവനങ്ങൾ, നിയമസഹായം, സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രായം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുകയും സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സേവനങ്ങളുടെ അടിസ്ഥാന ഉദ്ദേശം. സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികൾ വയോജന ക്ഷേമരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകളിൽ ഒന്നാണ്. സ്ഥിര വരുമാനമില്ലാത്ത നിരവധി മുതിർന്ന പൗരന്മാർക്ക് മാസാന്ത്യ ധനസഹായം ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നു. മരുന്നുകൾ വാങ്ങുന്നതിനും ഭക്ഷണം ഉറപ്പാക്കുന്നതിനും ചെറിയ ദൈനംദിന ചെലവുകൾ നിറവേറ്റുന്നതിനും ഈ സഹായം വലിയ ആശ്വാസമാണ്. സാമ്പത്തിക സുരക്ഷയില്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് വയോജനങ്ങൾക്ക് ഇത്തരം പദ്ധതികൾ ജീവിതത്തിന്റെ താങ്ങായി മാറിയിട്ടുണ്ട്. ആരോഗ്യ പരിരക്ഷ വയോജന ക്ഷേമത്തിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ്. പ്രായം കൂടുന്നതോടെ ഹൃദ്രോഗം, പ്രമേഹം, രക്തസമ്മർദ്ദം, കാഴ്ച പ്രശ്നങ്ങൾ, കേൾവിശക്തിക്കുറവ്, സന്ധിവാതം, ഓർമ്മക്കുറവ് തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിക്കാറുണ്ട്. ഇവയുടെ ചികിത്സയും നിരന്തര പരിശോധനയും അനിവാര്യമാണ്. വയോജന സൗഹൃദ ആരോഗ്യ സേവനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, വീട്ടിലെത്തി നൽകുന്ന ആരോഗ്യ സേവനങ്ങൾ എന്നിവ വഴി ആരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്താൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നു. മാനസികാരോഗ്യ സംരക്ഷണവും അത്ര തന്നെ പ്രധാനമാണ്. കുടുംബാംഗങ്ങളുടെ വേർപാട്, ജീവിത പങ്കാളിയുടെ മരണം, മക്കളുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റം, ഒറ്റപ്പെടൽ തുടങ്ങിയ കാരണങ്ങൾ പല മുതിർന്ന പൗരന്മാരെയും വിഷാദത്തിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കുന്നു. സമൂഹവുമായി ബന്ധം നിലനിർത്താനും സജീവ ജീവിതം നയിക്കാനുമായി വയോജന കൂട്ടായ്മകൾ, സാംസ്കാരിക പരിപാടികൾ, കൗൺസിലിംഗ് സേവനങ്ങൾ എന്നിവ സംഘടിപ്പിക്കപ്പെടുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നു. വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ നിരവധി ആളുകൾക്ക് അഭയ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു. കുടുംബ പിന്തുണ ഇല്ലാത്തവർക്കും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കും സുരക്ഷിതമായ താമസവും ഭക്ഷണവും ആരോഗ്യ സേവനങ്ങളും ലഭ്യമാക്കുകയാണ് ഈ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം. മാന്യമായ ജീവിത സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ദൗത്യമാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വയോജന ഭവനങ്ങൾ ഇന്ന് പല ജില്ലകളിലും പ്രവർത്തിക്കുന്നു. വയോജനങ്ങളുടെ അവകാശ സംരക്ഷണവും വകുപ്പിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ, സാമ്പത്തിക ചൂഷണം, കുടുംബ പീഡനം, അവഗണന തുടങ്ങിയ പ്രശ്നങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ, സാമ്പത്തിക ചൂഷണം, കുടുംബ പീഡനം, അവഗണന തുടങ്ങിയ പ്രശ്നങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നിയമപരമായ സംരക്ഷണ സംവിധാനങ്ങൾ, ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ, പരാതി പരിഹാര സംവിധാനം എന്നിവ വഴി മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു.
സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ഉറപ്പാക്കുക എന്നത് ക്ഷേമ നടപടികളുടെ കേന്ദ്ര ആശയമാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ വയോജനങ്ങളെ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും വർദ്ധിച്ചു വരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗം, ഓൺലൈൻ ബാങ്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സർക്കാർ സേവനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പരിശീലനങ്ങൾ പല സ്ഥലങ്ങളിൽ നൽകുന്നുണ്ട്. ഇതിലൂടെ അവർക്ക് സ്വതന്ത്രമായി പല സേവനങ്ങളും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു. ഡിജിറ്റൽ ഉൾക്കൊള്ളൽ ഇന്ന് വയോജന ക്ഷേമത്തിന്റെ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. കേരളത്തിലെ വയോജന ജനസംഖ്യ വരും വർഷങ്ങളിൽ കൂടുതൽ ഉയരുമെന്നാണ് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ വയോജന സൗഹൃദ നയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക സുരക്ഷ, സാമൂഹിക പങ്കാളിത്തം, സുരക്ഷിത താമസം, മാനസികാരോഗ്യം എന്നിവ ഒരുമിച്ച് പരിഗണിക്കുന്ന സമഗ്ര സമീപനമാണ് ഭാവിയിൽ ആവശ്യമായത്. സമൂഹത്തിന്റെ അനുഭവ സമ്പത്തായ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു ക്ഷേമരാജ്യത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. വയോജന ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളും സേവനങ്ങളും സമൂഹത്തിന്റെ മാനുഷിക മുഖത്തെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. പ്രായമൊരു പരിമിതിയല്ല, അനുഭവങ്ങളുടെ സമ്പത്താണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ സുരക്ഷിതവും സന്തോഷകരവും മാന്യവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ രംഗം മുന്നോട്ടു പോവുകയാണ്. വയോജന ക്ഷേമ രംഗത്ത് കുടുംബത്തിന്റെ പങ്ക് അതീവ നിർണായകമാണ്. ഒരു വ്യക്തി ജീവിതത്തിന്റെ സജീവ ഘട്ടം പിന്നീട് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കുടുംബാംഗങ്ങളുടെ സ്നേഹവും കരുതലുമാണ്. സാമ്പത്തിക സഹായത്തേക്കാൾ കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് മാനസിക പിന്തുണയും ബഹുമാനമാണ്. കുടുംബാംഗങ്ങളുമായുള്ള ആശയവിനിമയം, ഒരുമിച്ചുള്ള സമയം ചെലവഴിക്കൽ, അവരുടെ അഭിപ്രായങ്ങൾ പ്രാധാന്യം നൽകൽ എന്നിവ മുതിർന്ന പൗരന്മാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശക്തമാകുമ്പോൾ വയോജനങ്ങളിൽ കാണപ്പെടുന്ന ഏകാന്തതയും വിഷാദവും ഗണ്യമായി കുറയുന്നു. ഭാവിയിൽ കേരളം കൂടുതൽ വയോജന സൗഹൃദ സംസ്ഥാനമായി മാറേണ്ടതുണ്ട്. ഇതിനായി സർക്കാർ, സമൂഹം, കുടുംബങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. സാമ്പത്തിക സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക പങ്കാളിത്തം, മാനസിക ആരോഗ്യം, സുരക്ഷിത താമസം എന്നീ 5 പ്രധാന മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ തുടരേണ്ടതുണ്ട്. വാർദ്ധക്യം ജീവിതത്തിന്റെ അവസാന ഘട്ടമല്ല, അനുഭവങ്ങളുടെ സമ്പന്നമായ കാലഘട്ടമാണെന്ന തിരിച്ചറിവോടെ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ വയോജന ക്ഷേമം സാക്ഷാത്കരിക്കാൻ കഴിയുക. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ അളവുകോലാണ്. കുട്ടികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും നൽകുന്ന പ്രാധാന്യത്തിനൊപ്പം വയോജനങ്ങൾക്ക് സുരക്ഷയും ബഹുമാനവും ഉറപ്പാക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ വികസിത സമൂഹം. ജീവിതകാലം മുഴുവൻ സമൂഹത്തിന് നൽകിയ സംഭാവനകൾക്ക് നന്ദി പറയുന്ന ഏറ്റവും നല്ല മാർഗം അവരുടെ വാർദ്ധക്യം സുരക്ഷിതവും സന്തോഷകരവും മാന്യവുമാക്കുക എന്നതാണ്. ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വയോജന ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താം. വീണ്ടും ഒരു അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.